ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നിപ്പോൾ നമ്മൾ ബേബീസിനെയൊക്കെ രാവിലെ സ്കൂളിൽ വിട്ടിട്ട് നമ്മൾ ബേബീസിൻ്റെ ബർത്ത്ഡേ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്കുള്ള ബർത്ത്ഡേക്കുള്ള സാധനങ്ങൾ ബർത്ത്ഡേക്കുള്ള സാധനങ്ങൾ നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവരുടെ ഡ്രസ്സും ആയിക്കോട്ടെ, അപ്പോൾ എനിക്കുള്ള ഡ്രസ്സ്, പിന്നെ റിട്ടേൺ ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് പർച്ചേസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ എവിടെ നിന്ന് എന്തൊക്കെയാണെന്ന് മേടിക്കാൻ പോകണമെന്ന് അറിയില്ല, ഏതൊക്കെ ഷോപ്പിലാണ് കയറാൻ പോകുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ നേരെ ഡ്രസ്സ് ചെയ്ത് ആരാധനയ്ക്ക് എഴുന്നള്ളി നമ്മുടെ പള്ളി വെച്ചിട്ടുണ്ട്. അപ്പോൾ പള്ളി വന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ പരിപാടി എവിടെ വെച്ചാണെന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും 2-3 സ്ഥലങ്ങൾ ഞാൻ എൻ്റെ മൈൻഡിലുണ്ട്. അവിടെ എവിടെയെങ്കിലും വെച്ചായിരിക്കും. തീമെല്ലാം അടിപൊളിയാണ്, സർപ്രൈസാണ് തീമൊക്കെ. ഓക്കെ, അപ്പോൾ എല്ലാം ഓർഡർ ചെയ്യാനും എല്ലാത്തിൻ്റെയും കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ വിളിച്ച് ഇൻഫർമേഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഹോട്ടൽസിൻ്റെ റേറ്റ് ആയാലും ശരി, ഫുഡിൻ്റെ ഒക്കെ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യണം. ആൻ്റണി ജോർജിയുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കണം. എത്ര പേര് വരുമെന്ന് അറിയില്ല, എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ ഭാഗത്ത് നമ്മൾ ഫ്രണ്ട്സിനെ വിളിക്കുക. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളവർ അവർ വന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ട്. വിളിക്കും ഞാൻ വിളിച്ചിട്ടില്ല, വിളിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ കസിൻ്റെ മാരേജും ഉണ്ട്, കസിൻ സിസ്റ്ററിൻ്റെ മാരേജും ഉണ്ട്. അപ്പോൾ അതിനും അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ടുള്ള ഒരു വ്ളോഗായിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. ആരാധനയ്ക്ക് വന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങുവാണ്. നമ്മൾ ലുലു വന്നിരിക്കുകയാണ് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്. കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് വേണം പോവാനായിട്ട്. ബസ് സൈഡിൽ കയറാം. सीधा वहाँ से देखिएगा, वहाँ अच्छा मिलेगा, वहाँ से लाइए. മസാബയുടെ ഒരു പ്രോഡക്റ്റ് എടുക്കുന്നതാണ്. മസാബ ബുക്കയുടെ ഒരു പ്രോഡക്റ്റാണ് എടുത്തിരിക്കുന്നത്. കൺസീലർ അല്ലേ? അല്ല, ഇതല്ലല്ലോ സിറമോ? വേറെ എൻ്റെ അല്ലല്ലോ. ആ, സിറം ഫൗണ്ടേഷൻ വിത്ത് ഇതാണല്ലേ. ഫൗണ്ടേഷനും പിന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും എല്ലാം ഉണ്ടല്ലേ. 4-in-1 ആണ്. ട്രൈ ചെയ്ത്
കൺസീലർ. ലവ് ചൈൽഡ് മസാബ. ഇതാണ് മസാബ. വളരെ അത്യാവശ്യമായിരുന്നു ഒരു കൺസീലറും ഒരു ഫൗണ്ടേഷനും മാക്കിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്കാണ് ഞാൻ ഇത്ര നാൾ യൂസ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഞാൻ മസാബയുടെ ഒന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. Voice set. Age 4. 4 years. Yeah. 45. There's some more fresh stocks then. That's like small, big sizes. Yeah.
कैसे में पकड़ेगा मेरे बहन को अच्छा नहीं लगता वीडियो करने के लिए फोटो 5 ബോൾസ് കണ്ടിട്ട് ഭയങ്കര രസം. അവർക്ക് പറ്റിയ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നല്ല ഗ്രീൻ ആൻഡ് യെല്ലോ ബോൾ. സിബി ആണെങ്കിൽ ഭയങ്കര ബിസി ആയിട്ട് പർച്ചേസ് ചെയ്യുക. സാലഡാണ്. മിനറൽ വാട്ടർ. ഗ്രില്ലാക്സിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ടിക്കയും പിന്നെ കബാബാണ് പറഞ്ഞിരിക്കുന്നത്. ഹമ്മൂസ് പറഞ്ഞു. സിബി എന്തായാലും കഴിച്ചിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട് അവിടെ സിനിമ കാണാൻ ഓടിപ്പോയി. പിന്നെ ആരുമില്ല. നമ്മളിപ്പോൾ ക്രാഫ്റ്റിലുള്ള ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അല്ല ചന്ദേരി. ചന്ദേരിയാ?
കഫ്താനൊന്നും അല്ലേ? ഇത് കഫ്താനല്ല, കഫ്താൻ്റെ ഒരു മോഡൽ. അത് കോട്ട് സെറ്റാണ്. ഇത് കോഴ്സെറ്റാണോ? ഹലോ, അപ്പോൾ കുറച്ച് പർച്ചേസൊക്കെ ചെയ്തു. നമ്മളിപ്പോൾ തിരികെ പോയിട്ട് ബേബീസിനെ പിക്ക് ചെയ്തിട്ട് നേരെ പള്ളിയിലേക്ക് പോകണം. അതാണ് ഇന്നത്തെ കാര്യം. നാളെ നമുക്ക് ഒരു കല്യാണമുണ്ട്. എൻ്റെ ഒരു കസിൻ, സ്വീറ്റ് പേഴ്സൺ ആയിരുന്നു സാബിച്ചേട്ടൻ മരിച്ചുപോയി. സാബിച്ചേട്ടൻ കാരണമാണ് ഞാൻ ഒരുപാട് വിദേശ യാത്രകൾ പോയേക്കണത്. അപ്പോൾ സാബിച്ചേട്ടൻ എൻ്റെ സെയിം പ്രായമാണ്. പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അത് എനിക്കും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഭയങ്കര ഷോക്കായിപ്പോയി. എനിക്ക് ഹസ്ബൻഡിന് ഭയങ്കര ഷോക്കായിപ്പോയി. ബിക്കോസ് നമ്മുടെ എല്ലാ ട്രിപ്പുകളും അറേഞ്ച് ചെയ്തത് പുള്ളിയാണ്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ശരിക്കും ആലോചിക്കുമ്പോൾ ഭയങ്കര മിസ്സിങ് ആണ്. അപ്പോൾ സാബിച്ചേട്ടൻ്റെ മോള് ഷാരോൻ്റെ കല്യാണമാണ് നാളെ. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം മനസ്സമ്മതത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അത്താഴൂടിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത്താഴൂടിന് സമയം 7:30 ആകുമ്പോൾ ബേബീസ് ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഒട്ടും എനിക്ക് പോകാൻ പറ്റില്ല. പിന്നെ മനസ്സമ്മതത്തിന് വിളിച്ച സമയത്ത് പിള്ളേരായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതും പോകാൻ പറ്റിയില്ല. അപ്പോൾ നാളെ കല്യാണത്തിന് എന്തായാലും ബേബീസിനെ സ്കൂളിൽ വിട്ടിട്ട് വേണം. ഞാനും മമ്മിയും സിസ്റ്ററും കൂടെയാണ് പോകുന്നത്. അപ്പോൾ രാവിലെ 9 മണിക്ക് ഇറങ്ങിയാൽ 11 മണിക്കാണ് കല്യാണം. ചേർത്തല വെച്ചിട്ടാണ്. അപ്പോൾ ഷാരോൻ്റെ കല്യാണം. ഷാരോൺ എന്നാണ് മോളുടെ പേര്. ഷാരോൺ, സ്നേഹ, 2 പേര്. അപ്പോൾ ഷാരോൺ ഷാരോൺ ജോലി ചെയ്യുന്നത് ലണ്ടനിലാണ്, ഹസ്ബൻഡും ലണ്ടനിലാണ്. അപ്പോൾ അവർ ലീവിന് വന്നിട്ട് ഇപ്പോൾ കല്യാണം കഴിച്ച് അവർ തിരിച്ചങ്ങ് പോകും. അപ്പോൾ ഇതാണ് നാളത്തെ. ഇപ്പോൾ കല്യാണം കൂടിയിട്ട് ഞങ്ങൾ ഒന്ന് ആർത്തിങ്കലും കയറി തിരിച്ചു വരും. ആർത്തിങ്ക ഭയങ്കര തിരക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി എന്തായാലും അതുവരെ പോകുന്നില്ല. അപ്പോൾ അത് ആർത്തിങ്ക കയറിയിട്ട് നമ്മൾ തിരിച്ചു വരും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. നേരെ എന്താ അപ്പോൾ വൈകിട്ട് പള്ളിയിൽ പോകണം. ഓക്കെ, ഹലോ. അപ്പം നമ്മൾ ആൻ്റണി ജോർജിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നമ്മൾ നേരെ ചേർത്തലയിലേക്കാണ് പോകുന്നത്. ആയി പറഞ്ഞ് 2 പേരും എവിടെ ചാടുന്നേക്കെ. ഹലോ. ഇപ്പോൾ വന്ന് ആൻ്റണി ഒളിച്ചാൽ പോയിരിക്കും. മറ്റേ മര്യാദക്ക് ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ ഒളിച്ചിരിക്കുക, ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ജോർജി എവിടെ? ജോർജി ഒരു ഹായ് പറഞ്ഞേ. നമുക്ക് കണ്ട ഇല്ല എന്നാണ് പറയുന്നേ. ഹലോ. അപ്പോൾ നമ്മൾ ബേബീസ് കൊണ്ട് ആക്കിയിട്ട് വന്നിട്ട് നമ്മൾ ഡ്രസ്സെല്ലാം ചെയ്ത് റെഡിയായി കല്യാണത്തിന് പോകാനാണ്. അപ്പോൾ ഈ സാരി ഞാൻ എടുത്തത് എവിടെ നിന്നാണ്? ഐ തിങ്ക് കറൂറിൽ നിന്ന് എടുക്കാൻ തോന്നുന്നു ലാസ്റ്റ് ടൈം. അങ്ങനെ എടുത്ത സാരിയാണിത്. നല്ല ബ്ലൂ കളറിൽ വിത്ത് റെഡ് ബോർഡറാണ്. കറൂർ ചെന്നൈ സിൽക്സ് എടുത്തതാണ്. അപ്പോൾ ഇന്നാണ് ഇടാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നു ഒരു 5-8 മാസമായി ഞാൻ എടുത്ത് വെച്ചിട്ട്, പിന്നെ ഇടാൻ പറ്റിയിട്ടില്ല. എനിവേ, അപ്പോൾ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടി പോവാണ്. മമ്മിയും സിസ്റ്ററും ജോയിൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ പോയി പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൺ ദ വേ കാണാം. സാരി എടുത്ത് ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്.
അപ്പം ഞങ്ങളിപ്പോൾ തങ്കിയിലെത്തി. തങ്കിയിലാണ് കല്യാണം നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചേർത്തല തങ്കിയിലാണ്. അപ്പോൾ കർത്താവിൻ്റെ അടുത്തുള്ള വലിയ ഫേമസ് ആയിട്ടുള്ള തങ്കിപ്പള്ളിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. മമ്മി സൂപ്പറായിട്ടുണ്ട്. മമ്മിയുടെ ഡ്രസ്സിങ് അടിപൊളിയായിട്ടുണ്ട്. സിബിയാണ് ബാക്കിലിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നിരിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കൃപാസനത്തിൽ പോകാനും അത് കഴിഞ്ഞ് അർത്തിങ്കി പള്ളിക്കാറാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് തല കാണിച്ച് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങും. ബിക്കോസ് പിള്ളേരെ പിക്ക് ചെയ്യണം. 6 മണിയാകുമ്പോഴത്തേക്കും പിക്ക് ചെയ്യണം. സമയം ഇപ്പം തന്നെ 12 മണിയായി. അപ്പോൾ കുർബാന കഴിഞ്ഞ ഉടനെ നമ്മൾ സ്റ്റേജിൽ കയറി വിഷ് ചെയ്തിട്ട് നമ്മൾ അപ്പം തന്നെ ഇറങ്ങും. ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കാതിരിക്കും. എങ്ങനെയാണെന്ന് അറിയത്തില്ല, സിറ്റുവേഷൻ അനുസരിച്ച്. ഓക്കെ, ഇനി പള്ളിയിൽ ചെന്നിട്ട് കാണാം. പള്ളിയിൽ വന്നതാണ്.
കുഞ്ഞാളിനെ ഇറക്കി വെച്ചിരിക്കുകയാണ്. ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എനിക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടില്ല. അപ്പോൾ എനിക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ്. ഞാനും ബേബീസിനെ സ്കൂളിൽ വിട്ടിട്ട് ഭയങ്കര ചുമ. കുറച്ച് വീട്ടിൽ തിങ്സൊക്കെ വാങ്ങിച്ചു നമ്മൾ. ഇപ്പോൾ നേരെ കാറിൽ കൊണ്ട് വെച്ചിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക, ഫുഡ് കഴിക്കാനും പിന്നെ ഒന്ന് ഡ്രസ്സൊക്കെ നോക്കാനായിട്ടൊക്കെ പോകണം. അത്യാവശ്യം ഏറ്റവും കൂടുതൽ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ടിഷ്യൂ പേപ്പറാണ്. വീട്ടിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ ടിഷ്യൂ വാങ്ങിച്ച് മേക്കപ്പ് ചെയ്തിരിക്കുന്ന മസാബയുടെ മേക്കപ്പാണ്. എങ്ങനെയുണ്ട് അല്ലേ? എന്തായാലും വടിച്ചാണ് വടിച്ചിൻ്റെ കളർ വടിച്ച ബ്ലാക്ക് അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്കുള്ള അപ്പം നമ്മൾ ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് എടുക്കും. എനിക്ക് മാത്രം, ഈ പിള്ളേർക്ക് എടുക്കാനുള്ള. ഒരു ആന്ധ്ര സ്റ്റൈലൊരു മീൽസ് പറഞ്ഞാണ്. 2 സാധനം കൂടെ പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ വന്നിട്ട് വേണം കഴിക്കാനായിട്ട്. ഒരു ചൈനീസും പറഞ്ഞു. നല്ലതായിട്ടുണ്ട്. കുംപാവ് ചിക്കനും ന്യൂഡിൽസും. പിന്നെ
എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുക. ഓക്കെ, നമ്മൾ ലാസ്റ്റായിട്ട് ഒരു കോണും കൂടെ കഴിച്ചങ്ങ് പോവാമെന്ന് വിചാരിച്ചു. മാക്ഡോണൾഡ്സിൽ നിന്നാണ്. ചോക്ലേറ്റ് ജിപ്പും കൂടെ ചെയ്യുക. അങ്ങനെ ഇന്നലെ കല്യാണത്തിനൊക്കെ പോയി, സൂപ്പറായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ BBC സ്കൂളിലൊക്കെ പോയി. അതിനിപ്പോൾ നമ്മുടെ പേർച്ചേസൊക്കെ എല്ലാം ഏകദേശം തീർന്നിട്ടുണ്ട്. ചോക്ലേറ്റ് ഐസ്ക്രീം. സോ അപ്പോൾ നമ്മുടെ ഈ 3-4 ദിവസത്തെ ഒരു വ്ളോഗ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പർച്ചേസ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാണ്. സോ എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, നമ്മൾ പറച്ചിൽ മാത്രമേ ഉള്ളൂ. എന്തായാലും മറക്കാതെ ചെയ്യുക. ഓക്കെ, ബൈ.